ഭഗവാൻ അർജുനനോട് തുടർന്നു. ജനിച്ചവൻ മരിക്കുകയും മരിച്ചവൻ ജനിക്കുകയും ശാശ്വത നിയമമാണ്. നാം വിചാരിച്ചാൽ ഇത് രണ്ടും തടയാനാവില്ല. നമ്മുടെ കർമ്മശ്രമം കൊണ്ട് തടയാനാവാത്ത നിത്യനിയമങ്ങളുടെ ഗതിയോർത്ത് ആരെങ്കിലും ദുഃഖിക്കുമോ? ജലം താഴേക്കൊഴുകുന്നതിൽ ആരെങ്കിലും ദുഃഖിക്കുമോ? ഉണക്കവിറകിൽ തീ പിടിക്കുന്നത് കണ്ട് ആരെങ്കിലും വ്യസനിക്കുമോ? ഹേ അർജുന, ഇതിലൊക്കെ നീ കരയുമെങ്കിലേ സ്വജനങ്ങളുടെ മരണത്തിലും കരയാവൂ. സ്വജനങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഒരു ജീവിയെക്കുറിച്ചും നീ വിലപിക്കരുത്. തത്വങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ ദുഃഖം അയുക്തികവും അയവുമാണ്. യുദ്ധം ക്ഷത്രിയന് സ്വധർമ്മമാണ്. സ്വധർമാനുഷ്ഠാനത്തിനുള്ള ഇത്തരം അവസരം അപൂർവമായേ സിദ്ധിക്കൂ. ധർമ്മ്യമായ യുദ്ധത്തിൽ നിന്ന് നീ പിന്തിരിഞ്ഞാൽ പാപം സമ്പാദിക്കുകയാവും ഫലം. സ്വധർമ്മത്തിൽ നിന്ന് ഭയന്നോടുന്നവനെ ദുഷ്കീർത്തി കൊത്തിയെടുത്തുകൊണ്ട് പറക്കും. രാജാവിന് കീർത്തിനാശം അകാല മരണമാണ്. യുദ്ധത്തിൽ മരിച്ചാൽ സ്വർഗം ലഭിക്കും, ജയിച്ചാൽ രാജ്യവും. അതുകൊണ്ട് യുദ്ധം ചെയ്യാനുറച്ച് ചാടി എഴുന്നേൽക്കുക. കർമ്മത്തിൻ്റെ ശക്തിയും ഫലവും അതിൻ്റെ പിന്നിലെ ത്യാഗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ത്യാഗത്തിൻ്റെ തത്വം ഇതാണ്. സുഖവും ദുഃഖവും മനസ്സിനെ ബാധിക്കരുത്. ലാഭത്തിലും നഷ്ടത്തിലും മനസ്സ് അചഞ്ചലമായിരിക്കണം. ജയത്തിലും പരാജയത്തിലും അക്ഷോഭ്യനായി വർത്തിക്കുക. ഈ സമചിത്തതയിൽ നിന്നുകൊണ്ട് നീ യുദ്ധം ചെയ്യുക. സത്വരജസ്തമസ്സുകൾക്ക് അതീതമായി മനസ്സിനെ ഉയർത്തി നിർത്തണം. മനുഷ്യന് കർമ്മത്തിൽ മാത്രമാണ് അധികാരം. ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത്. കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പാടില്ല. ആഗ്രഹങ്ങളെ വേരോടെ പിഴുതുകളയുക. അപ്പോൾ കളപറിച്ച വയൽ പോലെ മനസ്സ് ശുദ്ധമാകും. ഈ അവസ്ഥയിൽ സുഖത്തിൻ്റെ വെളിച്ചവും ദുഃഖത്തിൻ്റെ ഇരുട്ടും മനസ്സിൽ പ്രവേശിക്കാതാകും. എല്ലാ വിരുദ്ധ ഭാവങ്ങളും തനിയെ കെട്ടടങ്ങും. ഇതാണ് മനസ്സിൻ്റെ യോഗാവസ്ഥ. യോഗാവസ്ഥയിൽ കർമ്മഫലത്തിൻ്റെ സിദ്ധിയും അസിദ്ധിയിലും നീ നിഷ്തൽപരനാകും. ഈ സമത്വഭാവത്തെയാണ് യോഗമെന്ന് വിശേഷിപ്പിക്കുന്നത്.